ഒരു കുട്ടിയുടെ മരണത്തെ വരെ ആഘോഷമാക്കുന്ന നീച യാക്കോബായ വിഭാഗം എന്ന് പറയുന്നതിൽ ഒരു ദുഃഖവും തോന്നണ്ട. അതിലും വലിയ വാക്കുകൾ ഉണ്ടോ എന്ന് ഡിക്ഷണറിയിൽ തിരയുകയാണ്. ഇന്നലെ കർത്താവിൽ നിദ്ര പ്രാപിച്ച ജോബ് മാത്യു ഓർത്തഡോക്സ് സഭയിലെ വന്ധ്യ ഇടയനാൾ മത്തായി കോർ എപ്പിസ്കോപ്പ അച്ഛന്റെ കൊച്ചുമകനാണ്. ട്യൂമറോയിഡ് ആർത്രൈറ്റിസ് ബാധിച്ച ഈ യുവാവ് ഏറെ നാളായി മദ്രാസിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും ബിപിയും ഷുഗറും താഴുകയും ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈകാതെ മരണം പിടികൂടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെയാണ് യാക്കോബായ അടിമ വിഘട കൂട്ടം ഒരു ആത്മഹത്യയായി ചിത്രീകരിച്ചിരിക്കുന്നത്. പടക്കഴുത ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര നീചമാണെന്ന് ആ പോസ്റ്റ് കണ്ടവർക്ക് മനസ്സിലാകും. അന്ധത ബാധിക്കാത്ത വളരെ ചുരുക്കം യാക്കോബായ വിഭാഗം വിശ്വാസികൾ ആ പോസ്റ്റിനെതിരെ കമന്റ് ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു. എങ്കിലും ഭൂരിഭാഗം വരുന്ന അടിമക്കൂട്ടം ആ പോസ്റ്റ് ലൈക്ക് അടിക്കുകയും ന്യായീകരിക്കുകയുമാണ് ചെയ്തത്. യാക്കോബായ കൂട്ടർ എത്രത്തോളം അധപ്പതിച്ചെന്ന് സ്വയം വിലയിരുത്തുക. യാക്കോബായ വിഭാഗത്തിൽ വളർന്നെങ്കിലും സത്യസഭ ഏതെന്ന് മനസ്സിലാക്കി ധീരമായ നിലപാടെടുത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് ചേർന്ന ഇടയനാൽ കോർ എപ്പിസ്കോപ്പ അച്ഛൻ എന്നും പടക്കഴുതയുടെ ഒരു ഇരയാണ്. സത്യത്തിലേക്ക് കൂറുമാറി എന്ന ഒറ്റ പേരിൽ അദ്ദേഹത്തെ എന്തും പറയാമെന്ന് യാക്കോബായ അടിമക്കൂട്ടം വിചാരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഇത് അതിരുവിട്ട പ്രവൃത്തിയായിപ്പോയി. പ്രത്യേകിച്ച് ഒരു ക്രിസ്തീയ വിഭാഗം എന്ന് അവകാശപ്പെടുന്നവരുടെ പക്കൽ നിന്ന് ഒരു വ്യക്തി നിദ്ര പ്രാപിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ പടക്കഴുത ആയതുകൊണ്ട് അത്ഭുതമൊന്നും ഇല്ലതാനും. അവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അതാണ് പടക്കഴുത.